എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രധാന വാർത്ത എന്ന് പറയുന്നത് ട്രംപ് ഗ്രീൻലാൻഡിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഭീഷണി തന്നെ മുഴക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തന്നെ സാമൂഹ്യ മാധ്യമം ആയ ട്രൂത്ത് സോഷ്യൽ അദ്ദേഹം തുടങ്ങുന്നത് ബൈഡൻ ഒബാമ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പിന്നെ ട്വിറ്റർ പോലെയുള്ള നവസാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുടക്കി. ഹെയ്റ്റ് സ്പീച്ച്, അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തുന്നു സമൂഹത്തിനുള്ളിൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് അവിടെ നിന്നും ബാൻ ചെയ്തത്. അതിൻ്റെ പുറത്താണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ, അത് അത്രയും സക്സസ് ആയില്ല എങ്കിലും അമേരിക്കയ്ക്കുള്ളിൽ ട്രംപ് അനുകൂലികൾ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്, നവമാധ്യമമാണ് ട്രൂത്ത് സോഷ്യൽ. അതിൽ ഇദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പുറകോട്ട് പോകില്ല. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ കയ്യിലാണ് ഇപ്പം ഇരിക്കുന്നത്. പക്ഷേ ആ ഭാഗം ഡെൻമാർക്കിന് സംരക്ഷിക്കാൻ സാധിക്കില്ല. അത് സംരക്ഷിക്കാതെ വന്നാൽ റഷ്യ അവിടെ കണ്ണുവെക്കുകയും റഷ്യ അതിനെ പിടിച്ചടക്കുകയും ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പം അതിന് ബദലായിട്ടാണ് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമായിട്ട്, നമുക്കറിയാം വെനിസ്വേല പിടിച്ചടക്കുകയും അവിടെ അദ്ദേഹം അവിടെ വലിയൊരു സർവ്വസൈന്യ വിന്യാസം ഒന്നും നടത്തിയില്ല. ജസ്റ്റ് ആ മദൂരയെ കൊണ്ടുവന്നു, ഏറ്റവും തലപ്പത്തിരിക്കുന്ന നിക്കോളസ് മദൂരേനെ പിടിച്ചു കൊണ്ടുവന്നു ന്യൂയോർക്കിൽ. അദ്ദേഹത്തിനെതിരെ ക്രൈം കേസുകളുണ്ട്, ഡ്രഗ് ട്രാഫിക്കിങ് പോലെയുള്ള കേസുകളും വെപ്പൺ, അനധികൃതമായിട്ട് ആയുധങ്ങൾ അമേരിക്കയിലേക്ക് കടത്തിയതും അങ്ങനെയുള്ള കേസുകൾ ന്യൂയോർക്കിൽ ഉള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇനി അവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നിക്കോളസ് മദൂരയുടെ കാര്യം ഏകദേശം അമേരിക്കൻ ജയിലുകൾക്കുള്ളിൽ ആകും. അതുപോലെ മുൻകാലങ്ങളിൽ ഹോണ്ടുരാസിന്റെയും പനാമയുടെ ഒക്കെ പ്രസിഡന്റുമാരെ അമേരിക്ക പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പരിധിവരെ ഇവിടേക്ക് ഡ്രഗ് കയറ്റിവിടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രാജ്യങ്ങളിലാണ് നിക്കോളസ് മദൂരയുടെ വെനുസുലയും ഒപ്പം തന്നെ കൊക്കൈൻ്റെ കേന്ദ്രമാണ് കൊളംബിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ. അപ്പം അതിനെതിരെ അങ്ങനെയാണ് നിക്കോളസ് മദൂരനെ അങ്ങനെ ഒരു ക്രൈമിലാണ് രാത്രി പിടിച്ചുകൊണ്ടുവന്നത്. ഒരുപക്ഷെ മദൂര പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നത്. അതേ രീതിയിലാണ് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് എടുക്കും. വെനിസ്വേല പിടിച്ചടക്കും വരെ ട്രംപ് അതും ഇതും അവിടെ ഇവിടെയും പറയുന്നത് ആരും കാര്യഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ വളരെ അത്രയും ഒഫൻസീവായിട്ടുള്ളൊരു നീക്കുപോക്ക് നടത്തി, രാത്രി ഇത്രയും മിലിറ്ററി മൂവ്മെന്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയിട്ട് മദൂരനെ പിടിച്ചുകൊണ്ടുവന്നു. മദൂര പോലും പ്രതീക്ഷിച്ചില്ലേ. ലോക നേതാക്കൾ ആരും അവർക്കൊക്കെ ഒരു താക്കീത് പോലെയാണ് മദൂരനെ പിടിച്ചുകൊണ്ടുവന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജർമ്മനി ഒരു 13-14 സോൾജേഴ്സ്, പിന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മൊത്തത്തിൽ ഒരു 20ഓളം പട്ടാളക്കാരെ അവർ വിന്യസിച്ചു. 20 പട്ടാളക്കാരെ ഒന്നും ചെയ്യാനില്ല, ഒരു താക്കീത് എന്ന മാതിരി. അത് നാറ്റോ സഖ്യവും യൂറോപ്യൻ യൂണിയനാണ് അവിടെ വിന്യസിച്ചത്. അതിലേറ്റവും കൂടുതൽ കൊടുത്തത് ജർമ്മനിയാണ്. 13-14 പട്ടാളക്കാരെ അവിടെ വിന്യസിച്ചു. എന്നാൽ മേഴ്സ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ വന്നിരുന്നു. മേഴ്സ് എന്ന ജർമ്മൻ ചാൻസലർ ഇന്ന് അത് തിരിച്ചു വിളിച്ചിരിക്കാറുണ്ട്. കാരണം ട്രംപിന്റെ തക്കതായ താരിഫ് ഭീഷണി. ആ താരിഫ് ഭീഷണി എന്ന് പറയുന്നത്, നമുക്കറിയാം ജർമ്മൻ നിർമ്മിത കാറുകൾ തന്നെ നിന്നുപോയാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണ്. BMW, മെഴ്സിഡീസ് ബെൻസ്, വോക്സ് വാഗൻ, ഇതൊക്കെ ജർമ്മൻ്റെയാണ്. അത്ര വലിയ മാർക്കറ്റാണ്. ഇപ്പൊ ജപ്പാനായിരിക്കും അതിലും അതുപോലെയുള്ള മാർക്കറ്റ്. അവർക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അവരുടെ നട്ടെല്ലൊടിയുന്നതിന് തുല്യമായിരിക്കും അമേരിക്കയെ പിണക്കി ഒരു താരിഫ്, ഒരു 50%, 100% താരിഫ് ആ കാറുകൾക്ക് മേലെ ട്രംപ് ഇട്ടാൽ സംഭവിക്കാൻ പോകുന്നത്. അവർ ചൈനയിലോ ഇന്ത്യയിലോ അതല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലോ ഏഷ്യയിലോ മറ്റു രാജ്യങ്ങളിലോ വിറ്റിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യ പോലെയുള്ള രാജ്യത്തൊക്കെ 50-100% ടാക്സ് ഈ ജർമ്മൻ കാറുകൾക്ക്. ഒപ്പം തന്നെ ചൈനയിൽ അവരതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അവർ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പൊ അമേരിക്ക ഇല്ലാതെ ജർമ്മനിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്തത് അത് 2 സ്റ്റെപ്പ് പിന്നോട്ട് എടുക്കുന്ന പോലെ ജർമ്മനി ഇനി അതിന്റെ പിന്നിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ ആവേശം കാണിച്ചത്. ഒപ്പം ഇമ്മാനുവൽ മാക്രോണൊക്കെ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു, നാറ്റോ തകരും, യൂറോപ്യൻ യൂണിയൻ തകരും, അമേരിക്ക തകരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഗ്രീൻലാൻഡിൽ ഓൾറെഡി അമേരിക്കൻ ബേസ് ഉണ്ട്.
അവിടെ ഈ സ്പേസ് എ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അത് അമേരിക്കൻ ഈ വിമുക്ത ഭടന്മാർ അതല്ലെങ്കിൽ അമേരിക്കൻ സോൾജേഴ്സിന് ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റും. C-17, C-134, KC-135, C-5 പോലെയുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങളിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള വിമാനങ്ങളിൽ ഞാൻ കുറെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രീൻലാൻഡിലൊക്കെ പോകാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു ഇത് അമേരിക്കൻ ബേസ് അവിടെ ഉണ്ട്, എയർ സ്ട്രിപ്പ് ഉണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് ഒരു യുദ്ധമുഖം അവിടെ തുടങ്ങാനായിട്ട് ഇത്രയുള്ള കേസുള്ളൂ. ആർക്കും അവിടെ വരാൻ സമ്മതിക്കില്ല. കാരണം ഒരു അമേരിക്കൻ ബേസ് ഉള്ള സ്ഥലത്ത് വന്നിട്ട് പിന്നെ അവര് ജർമ്മനി, അതും നാറ്റോ സഖ്യത്തിൽ പെട്ടവരോ അതോ റഷ്യക്കോ ഇപ്പൊ സാധിക്കില്ല. റഷ്യക്ക് വന്നിട്ട് ഗ്രീൻലാൻഡിൽ വന്ന് ഇറങ്ങാനോ പറ്റില്ല. പിന്നെ ചൈന വേറെ ദൂരെയാണ്. അപ്പൊ വ്യക്തമായിട്ടും ഗ്രീൻലാൻഡ് അമേരിക്കയുടെ അധീനതയിൽ അടുത്ത് തന്നെ വരുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. അതിന്റെ ഒരു ഇതാണ് ജർമ്മനി പിൻവാങ്ങി. പിന്നെ ഒരു സോൾജേഴ്സിനൊക്കെ വെച്ചിട്ടാണ് അമേരിക്കയോട് യുദ്ധം ചെയ്യാനായിട്ട് യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അത് ഏതായാലും സംഭവിക്കുമെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാവും. ട്രംപ് ഭീഷണി മുഴക്കി. മേഴ്സ് ജർമ്മൻ ചാൻസലർ വഴങ്ങി, ഭയന്നു. യൂറോപ്പ് കീഴ്വഴങ്ങി. ഇനി നാറ്റോ സഖ്യം തകരുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം നാറ്റോ സഖ്യം ഇപ്പൊ അവിടെ തന്നെ വലതുപക്ഷം ഇറ്റലിയില് മെലോനി അതല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയന്നുകൊണ്ട് അവരൊക്കെ ഇപ്പൊ ഒരുമിച്ച് വരുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു രാജ്യം തന്നെ വിട്ടുകൊടുത്തുള്ളത് കീത്ത് സ്റ്റാർമർ എന്ന് പറഞ്ഞ UK മാത്രമാണ് അവരുടെ രാജ്യം അധപതനത്തിനും ഈ സാത്താനിക മതങ്ങൾക്കും വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളൂ. ബാക്കി രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ വലതുപക്ഷ ചിന്തകൾ, ഈവൻ ജർമ്മനിയിൽ പോലും വെള്ളക്കാര് ഉണർന്നു വന്നിട്ടുണ്ട്. ഇവിടെ UK ടോമി റോബിൻസൺ അങ്ങനെയുള്ള നേതാക്കന്മാർ വളർന്നു വന്ന് വലതുപക്ഷം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യൂറോപ്പില് ട്രംപിനെതിരെ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ തന്നെ സർക്കാരുകൾക്ക് അതൊരു ഭീഷണിയായിട്ട് മാറും. ഇമ്മാനുവൽ മാക്രോൺ ആയാലും, മേഴ്സ് ആയാലും, ഫ്രെഡറിക് മേഴ്സ് ആയാലും, കീറ്റ് സ്റ്റാർമർ ആയാലും, മെലോണി ആയാലും അവിടെ ഇന്ന് വരുന്ന ആ ഒരു വലതുപക്ഷ ചിന്താഗതിക്കെതിരെ പോകാൻ സാധിക്കില്ല. ഒപ്പം തന്നെ അവര് ഗ്രീൻലാൻഡ് അമേരിക്ക പിടിച്ചെടുക്കുന്ന സമയത്ത് അവരൊരു പട്ടാളത്തിനെ വെറുതെ ഒന്നൊരു ഉമ്മാക്കിക്കളി മാത്രമായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എത്രത്തോളം പറഞ്ഞ് ട്രംപിന്റെ ഭീഷണി ഫലിച്ചു. ജർമ്മനി പിൻവാങ്ങി, തോറ്റു പിൻവാങ്ങി. അധികം വൈകാതെ തന്നെ ട്രംപ് പറയും ഇനി ഗ്രീൻലാൻഡിന്റെ അധികാരം എനിക്കാണ്. അവിടെ വേറൊരു ഇതും കൂടിയും ഡീലും കൂടി വെച്ചിരുന്നത് €1,00,000 വെച്ച് ഗ്രീൻലാൻഡിലുള്ള ഇപ്പൊ ആൾക്കാർക്ക് വളരെ ചെറിയൊരു പോപ്പുലേഷൻ ഉള്ളൂ. അവർക്ക് €1,00,000 വെച്ച് കൊടുക്കാം വിട്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവിടെ താമസിക്കാനായിട്ടൊന്നും ട്രംപ് മുമ്പ് അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരിന്റെ വൃത്തങ്ങള് മുൻപ് ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം.